കൈകൊണ്ട് പൊടി കുഴയ്ക്കാതെ ആവിയിൽ വേവിക്കാതെ വളരെ സിമ്പിളായിട്ട് നല്ല സോഫ്റ്റ് ഇടിയപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അതിനായിട്ട് ഒരു കടായിലേക്ക് 2 കപ്പ് അളവിൽ നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളം എന്ന അളവിൽ 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം വിസ്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഒട്ടും തന്നെ കട്ടയില്ല നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം കൈയെടുക്കാതെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. ഏകദേശം ഒന്ന് കുറുകി വരുമ്പോൾ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റിയതിന് ശേഷം പാനിൽ നിന്ന് വിട്ട് വരുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്താൽ മാത്രം മതി. അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചൂടാറി കഴിയും. സേവനായിലേക്ക് അല്പം ഓയിൽ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള മാവ് എടുത്തതിന് ശേഷം ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മാവ് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മാത്രം മതി. മുകളിലേക്ക് ലെയറായിട്ട് വേണം ചുറ്റിച്ചെടുക്കാനായിട്ട്. അതിന് ശേഷം ഒരു സൈഡ് വെന്ത് മറിച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കുക. ഇനി നിങ്ങൾക്ക് തേങ്ങ ചേർക്കാൻ ഇഷ്ടമാണെങ്കിൽ ഒരു സൈഡ് ഒന്ന് വെന്ത് കഴിയുന്ന സമയത്ത് മറിച്ചിട്ടതിന് ശേഷം തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്താൽ മാത്രം മതി. നമ്മുടെ ഈസി ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ദോശയൊക്കെ ചുട്ടെടുക്കുന്ന സമയം മാത്രമേ ആവശ്യമുള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കാം.